ഈ ഓണക്കാലം കളർഫുൾ ആകും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻസുമായി VTS വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചിവൈവിധ്യങ്ങൾ നുകരാൻ VTS ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൊതുജന പരാതി പരിഹാര അദാലത്തിൽ വൻ പങ്കാളിത്തം. സിയന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുന്ന വേദികളാണ് ഇന്ന് അദാലത്തുകൾ. എല്ലാ അർത്ഥത്തിലും അദാലത്തുകൾ ഏറ്റവും ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വേദികളാണ്. അത്തരം ഒരു വേദി ഒരുക്കി ജില്ലാ പഞ്ചായത്തിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ജനസാക്ഷ്യം പൊതുജന പരാതി പരിഹാര അദാലത്തിന്റെ വണ്ടൂർ ഡിവിഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി. രാവിലെ 9:30ഓടെയാണ് അദാലത്തിന് തുടക്കമായത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ടോക്കൺ അടിസ്ഥാനത്തിലാണ് പരാതികൾ സ്വീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PH ജബ്ബാർ ഹാജിയും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IASഉം ഒരുമിച്ചാണ് പരാതി കേൾക്കുന്നത്. തുടർന്ന് അതാത് വകുപ്പുകളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരുടെ പരാതികൾ ഇതിനകം തീർപ്പാക്കിയിട്ടുണ്ട്. ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ട്രോമോ കെയർ വളണ്ടിയർമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുഴുവൻ ജനപ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ക്യാമ്പ് നിയന്ത്രിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PH ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ, ബ്ലോക്ക് പ്രസിഡന്റ് K അമൃത, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. Sa